സാദിയോ മാനെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ കളിയിൽ ഇന്ന് ലോകൻ നമ്പർ 1 കളിക്കാരിൽ ഒരാളാണ്. ഒരു 3-5 കളിക്കാരെ എടുത്താൽ സാദിയോ മാനോ എന്ന സെനഗലിന്റെ കളിക്കാരൻ അവന്റെ പൊട്ടിപ്പൊളിഞ്ഞ മൊബൈലുമായിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെ തിരിഞ്ഞു. അവനോട് ചോദിച്ചു, ഒരു ബില്യണറായ താങ്കൾ, ആ കളിയിൽ നിന്ന് അവന് കിട്ടുന്നത് ഒരു വർഷം കിട്ടുന്നത് 100 കോടിയോളം രൂപയാണ്. 80 കോടി എന്നാണ് ഇപ്പോൾ ഞാൻ കേട്ടത്. ഒരു വർഷം കിട്ടുന്നത്. നാട്ടിൽ ഒന്നുമില്ലാത്ത ആ നാട്ടിൽ സ്വന്തം ഗ്രാമത്തെ ദത്തെടുത്ത് അവിടെ സ്കൂള്, ആശുപത്രി അടക്കം സ്ഥാപിച്ച് ആ ചെറുപ്പക്കാരൻ അവിടെ അവൻ പറഞ്ഞു, എനിക്ക് 10 ഫെറാരി കാറും 2 പ്രൈവറ്റ് ജെറ്റും വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ ഗുണം? പൊളിഞ്ഞ മൊബൈൽ കണ്ട് നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട. ഞാൻ എന്റെ പണം കൊണ്ട് അർത്ഥവത്തായ പണികൾ എന്റെ രാജ്യത്ത്. ഇന്ന് ലോകത്ത് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഫുട്ബോളർ ലോകത്തുണ്ടെങ്കിൽ ലോകത്തിന്റെ കണ്ണിലുണ്ണിയാണ് സാദിയോ മാനെ. എന്നൊരു ആലിമിന്റെ മകനാണ്. പള്ളിയിൽ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. 7 വയസ്സുള്ളപ്പോൾ ചികിത്സാ സൗകര്യം കിട്ടാതെ മരിച്ചുപോയ ഒരു പിതാവിന്റെ മകൻ. അവൻ ആദരിക്കപ്പെടുന്നു. ഖത്തർ തല ഉയർത്തുന്നു. എന്തുകൊണ്ട്? മൂല്യത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട്. ഇതുവരെ ഞങ്ങളിത് പ്രസംഗമായി പറഞ്ഞതാ. അനുഭവം കൊണ്ടെങ്കിലും പഠിക്കാൻ ഈ സമുദായത്തിന് കഴിയണ്ടേ? അവന്റെ ആ നാട്ടിലെ എല്ലാവർക്കും 7000 രൂപ വെച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു സാധുക്കൾക്ക്. സാദിയോ മാനോ പൈസ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കണമെങ്കിൽ ഈമാൻ വേണം, അള്ളാഹുമായി ബന്ധം വേണം. ചെകുത്താന്റെ അനുയായികൾക്ക്, കൂട്ടാളികൾക്ക് അത് സാധിക്കാതെ പോകുമെന്നുള്ളതാണ് സത്യം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ.